നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സെവൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് മത്സരത്തിന് വിളയൂരിൽ വേദിയൊരുങ്ങുന്നു. പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന പേരിൽ ജനുവരി മുതൽ മാർച്ച് വരെ നീണ്ടുനിൽക്കുന്ന മത്സരമാണ് ഒരുക്കുന്നതെന്ന് വിളയൂർ ലക്കി സ്റ്റാർ കണ്ടേങ്കാവ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ കണ്ടേങ്കാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അന്തർദേശീയ നിലവാരത്തിലുള്ള സെവൻ ഫുട്ബോൾ പ്രീമിയർ ലീഗ് മത്സരം നടത്തുന്നത്. പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന പേരിൽ ജനുവരി മുതൽ മാർച്ച് വരെ നീണ്ടുനിൽക്കുന്നതാണ് മത്സരം. 41 മത്സരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ആദ്യ പ്രീമിയർ ലീഗ് മത്സരത്തിൽ പട്ടാമ്പി പ്രദേശത്തെ 8 പഞ്ചായത്തുകളിൽ നിന്നും പട്ടാമ്പി നഗരസഭയിൽ നിന്നുമടക്കം 20 ടീമുകളെയാണ് പങ്കെടുപ്പിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിൽ നിന്നും വിളയൂർ പഞ്ചായത്തിൽ നിന്നും 3 ടീമുകൾ വീതവും വല്ലപ്പുഴ, കുലുക്കല്ലൂർ, കൊപ്പം, തിരുവേഗപ്പുറ, മുതുതല, പരുതൂർ, ഓങ്ങല്ലൂർ എന്നീ പഞ്ചായത്തിൽ നിന്നുമായി 2 ടീമുകൾ വീതവുമാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നത്. 4 ടീമുകൾ ഉൾപ്പെട്ട 5 ഗ്രൂപ്പുകളായിട്ടായിരിക്കും മത്സരം നടക്കുക. ഫുട്ബോൾ മേഖലയിൽ നിരവധി കളിക്കാർ വിവിധ പ്രദേശങ്ങളിലുണ്ടെങ്കിലും അവരുടെ ഒരു ഏകോപനം ഇതുവരെ സാധ്യമായിട്ടില്ല. ആ ഒരു ഏകോപനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പട്ടാമ്പി പ്രദേശത്തെ 8 പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ഉൾപ്പെടുത്തി ഒരു പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന പേരിലുള്ള ഒരു ഫുട്ബോൾ കളിക്ക് നേതൃത്വം നൽകാൻ പോവുകയാണ്. ലക്കി സ്റ്റാർ കണ്ടേങ്കാവാണ് ഈ കളിക്ക് നേതൃത്വം നൽകുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഈ കളികൾ നടക്കുക. നമ്മളെല്ലാ പഞ്ചായത്തുകളിൽ നിന്നും 2 ടീം വീതവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 3 ടീം വീതവുമാണ് ഈ കളിയിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യ സീസൺ ആയതുകൊണ്ട് തന്നെ മുൻകാല പരിചയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടീമുകളെ ചുരുക്കിയും ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുമാണ് ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വരും വർഷങ്ങളിൽ വിപുലമാക്കി തന്നെ നടത്തണമെന്നാണ് ക്ലബ്ബ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ ആവശ്യമായ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ട് വരികയാണ്. ഓരോ പ്രദേശങ്ങളിൽ നിന്നും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ടീമുകൾക്കായിരിക്കും യഥാക്രമം പ്രീമിയർ ലീഗിൽ അവസരം ലഭ്യമാക്കുക. ഒരു ടീമിൽ കുറഞ്ഞത് 10 പേരും കൂടിയത് 15 പേരും ഉൾക്കൊള്ളണം. ടീമിൽ രജിസ്റ്റർ ചെയ്യുന്ന അംഗങ്ങൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥിരതാമസമാക്കിയവരുമായിരിക്കണം. ടീമുകൾ അതാത് പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണ ഒരു ടൂർണമെന്റ് പോലെയല്ല നമ്മൾ പ്രീമിയർ ലീഗ് ഉണ്ടാവുക. പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവൽ, നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന അതേ നിലവാരത്തിലാണ് നമ്മൾ ഈ പ്രീമിയർ ലീഗിനെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും, അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇതിലെല്ലാം ഈ കളികളെല്ലാം ലൈവായി കാണാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ടാവും. പ്രീമിയർ ലീഗിന്റെ ലോഗോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ പ്രകാശനം നിർവഹിച്ചു. തഹസിൽദാർ TP കിഷോർ, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ P വിജയകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലോഗോ പ്രകാശനം. ഇതിനു മുന്നോടിയായി ഈ മാസം 13-ന് വൈകുന്നേരം 5 മണിക്ക് വിളയൂർ പേരടിയൂർ നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘാടന സമിതിയും രൂപീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ കണ്ടേങ്കാവ് ലക്കി സ്റ്റാർ ഭാരവാഹികളായ P സലീം മാലിക്, KT മുഹമ്മദ് അസ്ലം, PT അബ്ദുൽ സമദ്, MC ഷാക്കിർ, C മുസ്തഫ, K അനൂപ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പ്രധാനമായിട്ടും നമ്മുടെ ഈ കളി നടത്താൻ ഉദ്ദേശിക്കുന്നത് വിളയൂർ മലബാർ സ്പോർട്സ് പാർക്കിൽ വെച്ചിട്ടാണ്. വിളയൂരിൽ ഈ കളി നടത്താനുണ്ടായ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വന്തമായിട്ടൊരു കളിസ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായി ആദ്യം ഒരു കണ്ടേങ്കാവ് പ്രീമിയർ ലീഗ് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പഞ്ചായത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. വരുന്ന 13-ാം തീയതി നമ്മളിതുമായി ബന്ധപ്പെട്ടുള്ള സംഘാടന സമിതി നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ പട്ടാമ്പി MLA ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ VK കടവ് റോഡിലെ തണൽ മരം മുറിച്ചു മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഒരു മരം മുറിച്ചു മാറ്റുകയും മറ്റൊരു മരത്തിന്റെ കൊമ്പുകൾ അനധികൃതമായി വെട്ടിമാറ്റുകയുമാണെന്നാണ് പരാതി. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ ഞാങ്ങാട്രി VK കടവ് തൃത്താല റോഡ് ജംഗ്ഷനിലാണ് തണൽമരം മുറിച്ചു മാറ്റുന്നതായുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. VK കടവ് ജംഗ്ഷനിൽ നാട്ടുകാർക്ക് തണൽ നൽകി നിന്നിരുന്ന ഉങ്ങുമരമാണ് സ്വകാര്യ വ്യക്തി മുറിച്ചു മാറ്റുന്നതായുള്ള പരാതി ഉയർന്നത്. ഇതിനു പുറമെ പൊതുസ്ഥലത്തിലെ ആൽമരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റിയെന്നും പരാതിയുണ്ട്.
ഇവിടെ കെട്ടിടത്തിനോട് ചേർന്ന് നടക്കുന്ന നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഉങ്ങുമരം വെട്ടിയെന്നാണ് പരാതി. അനധികൃതമായ പ്രവൃത്തികളാണ് ഇവിടെ നടത്തുന്നതെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്ഥലത്ത് അധികൃതർ ഇടപെട്ട് പരിശോധന നടത്തണമെന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറി രാംദാസും സൂചിപ്പിച്ചു. കടവരോട് ജംഗ്ഷനിലുള്ള വളരെ കാലമായിട്ടുള്ള നടത്തി വന്നിട്ടുള്ള ഒരു ആല്, വലിയൊരാളാണ്. ആലിഞ്ചൂടെന്ന സ്ഥലത്തിന്റെ പേര് തന്നെ. ഇവിടുത്തെ തൊഴിലാളികളാണെങ്കിലും അവരെ തൃത്താലയ്ക്കും പൊന്നാനിക്ക് പോകുന്ന ആൾക്കാർ ബസ് കാത്തിരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന നല്ല തണവൃക്ഷം. അത് 2 ദിവസം മുന്നെയാണ് ഇത് കെട്ടിടത്തിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് പറഞ്ഞിട്ടാണ് പെർമിഷനൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ചില്ലുകൾ മുഴുവൻ വെട്ടിപ്പോൾ അവരും മൊത്തമരമായി നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ നിൽക്കുന്ന സ്ഥലത്തുള്ള ഒരു ഉങ്ങുമരം, നല്ല തണലുള്ള മഴയായിരുന്നു. ഈ പ്രദേശത്ത് ഈ ആൾക്കാർക്ക് വന്ന് നിൽക്കാനൊക്കെ പറ്റിയ തണലുണ്ടായിരുന്ന ഒരു മരം ഇതുമാതിരി വെട്ടിമുറിച്ച് മാറ്റിയിട്ടുണ്ട്. അത് ഇവരുടെ അധികൃതരുടെ പെർമിഷനോട് കൂടിയാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രതിഷേധം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിലും ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളെന്ന രീതിയിലും വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ PWD AE അതുപോലെ തന്നെ ഇത് പുതിയ എടുത്തിട്ടുള്ള റോഡ് എടുത്തിട്ടുള്ള അധികൃതരുണ്ട്. അവരെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരൊന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളത് നാളെ വന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഫോണിൽ വിളിച്ച് വിവരം തന്നിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ പേരിൽ കരിങ്കല്ലുകൾ ഓടരികിലാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കെട്ടിടത്തിൽ നിന്നുള്ള മലിനജലം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും വിശദമായ പരിശോധന വേണമെന്നാണ് ആവശ്യം. ഭാരതപ്പുഴയിലെ ചെങ്ങണാംകുന്ന് തടയണയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ഓങ്ങല്ലൂർ പാറപ്പുറം സ്വദേശി മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഭാരതപ്പുഴയിലെ ചെങ്ങണാംകുന്ന് തടയണയ്ക്ക് സമീപം വറവട്ടൂർ ഭാഗത്ത് അപകടമുണ്ടായത്. ഓങ്ങല്ലൂർ പാറപ്പുറം വരമംഗലത്ത് മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. ഫർഹാനും കൂട്ടുകാരും ചേർന്ന് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. തുടർന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഷൊർണൂരിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷമാണ് ഫർഹാനെ കണ്ടുകിട്ടിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയോടെ പാറപ്പുറം ജമാഅത്ത് ഖബർസ്ഥാനിൽ മറവ് ചെയ്തു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുകയായിരുന്നു ഫർഹാൻ. ഷമീമയാണ് മാതാവ്. മുഹമ്മദ് ഫനാൻ, ഫൻഹ ഫാത്തിമ എന്നിവർ സഹോദരങ്ങളാണ്. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ നൽകാൻ നിവേദനം നൽകി കലാകാരന്മാർ. സംഘകലാവേദി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗത്തിലാണ് സംഘകലാവേദി പ്രഭാരി അഡ്വക്കേറ്റ് VP പത്മനാഭൻ നിവേദനം നൽകിയത്. വജ്രജൂബിലി ഫെലോഷിപ്പ് സംഘകലാവേദിയിലെ കലാകാരന്മാർക്കും നൽകുക, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വാദ്യ ഉപകരണങ്ങൾ വാങ്ങാൻ ഫണ്ട് നൽകുക, സംഗീത നാടക അക്കാദമിയുടെ അവാർഡിന് മുതിർന്ന കലാകാരന്മാരെ പരിഗണിക്കാൻ ശുപാർശ ചെയ്യുക, കലാകാരന്മാർക്ക് റെയിൽവേ നൽകി വന്നിരുന്ന യാത്രാ ഇളവ് പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. വിജയൻ ചാത്തന്നൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നൂറനാട് ഷാജഹാൻ, സാജൻ കക്കോടി, മനോജ് കുമാർ ഉള്ളിയേരി, ഷൊർണൂർ രവി തുടങ്ങിയവർ സംസാരിച്ചു. ലെൻ കെ മനോജിന് കർമ്മശ്രേഷ്ഠ അവാർഡും മാസ്റ്റർ ശ്രീകാന്തിന് ധീരചക്ര അവാർഡും സമ്മാനിച്ചു. പ്രദീപ് മേനോൻ, B ചന്ദ്രൻ, ഗോപിക വിജയൻ തുടങ്ങിയവരെ സ്നേഹാദരം നൽകി. ജയൻ വെള്ളാളൂർ ഇടക്കയിലും സുധാകരൻ ഓടക്കുഴലിലും കലാപ്രകടനം നടത്തി. വിജയൻ ആർട്ട് ഗാലറി കണക്കവതരണവും കണ്ണൻ വിശ്വമിത്ര റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രവീൺ, രാജൻ എറവക്കാട്, സത്യൻ, ഷാജു ആലൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടുമുണ്ടയിൽ വീട്ടിലെ കിണറ്റിൽ വീണ കാട്ടുപന്നികളെ രക്ഷിച്ചു. തിങ്കളാഴ്ച രാവിലെ വീട്ടുകിണറിന്റെ ഭാഗത്തു നിന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് പന്നികൾ കിണറ്റിൽ വീണ നിലയിൽ കണ്ടത്. 3 കാട്ടുപന്നികളാണ് കിണറ്റിലുണ്ടായിരുന്നത്. തുടർന്ന് BTR അനിമൽ റെസ്ക്യൂ പേഴ്സൺ കൈപ്പുറം അബ്ബാസിനെ വിവരം അറിയിച്ചു. അബ്ബാസ് എത്തിയാണ് പന്നികളെ കരക്കെത്തിച്ചത്. ചരമം. ചാലിശ്ശേരി തണ്ണീർക്കോട് തെരമംഗലത്ത് മാനു എന്ന ഔസാമു നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം പട്ടിശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഹാജറയാണ് ഭാര്യ. സെജിന, ജസീന, ഷമീർ എന്നിവർ മക്കളാണ്. തണ്ണീർക്കോട് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു പരേത്. ഇതോടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.